ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഉരുളക്കിഴങ്ങ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി, നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. ആദ്യം സവോള, പിന്നെ ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് വെക്കുക. അതും ഇത്തിരി വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കാം, കാരണം കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ, ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ഈ കോളേജ് ഹോസ്റ്റലുകളിലല്ലാതെ പുറത്ത് താമസിക്കുന്ന കുട്ടികൾക്കും പിന്നെ ബാച്ചിലേഴ്സായിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാം. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണേ. നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു കുക്കർ അടുപ്പിൽ വെക്കുകയാണേ. കുക്കർ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പരമാവധി എല്ലാ കറികൾക്കും നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക, കാരണം ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണെന്ന് ശാസ്ത്രം തന്നെ പറയുന്നുണ്ട്. പിന്നെ പണ്ടുള്ളവരും അങ്ങനെ തന്നെയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണുള്ള രോഗങ്ങൾ ഇഷ്ടംപോലെ വരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പെരിഞ്ജീരകം കുറച്ചിട്ട് കൊടുക്കുക. അതിനൊന്നും അളവില്ല, ഇപ്പോൾ കാണുന്നില്ലേ, അതേ രീതിയിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ അതിനകത്തേക്ക് വറ്റൽമുളക് എടുത്ത് ഇതേമാതിരി മുറിച്ചിട്ട് കൊടുക്കുക. മുറിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കുക, അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി വെക്കുക. അപ്പോഴത്തേനും ഇനിയിപ്പോൾ കടുകൊക്കെ പൊട്ടാൻ തുടങ്ങും. അപ്പോഴേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ കുറച്ച് വെക്കുക, സിമ്മിലിടുക. സിമ്മിലിട്ടതിന് ശേഷം മാത്രം പിന്നെ നമുക്ക് പൊടികളിടാം. അതിന് ആദ്യം മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, കാരണം മുളക് പൊടി ഇതിന് ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടു. മുളക് പൊടി ഇടുന്നില്ല, അതിന് പകരമായിട്ട് പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവേ അതിനുണ്ടാവുള്ളൂ. മുളക് പൊടി ഇതിനാവശ്യമില്ല. അത് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് മൂത്ത മണം വരുമ്പോഴത്തേന്, പൊടിയൊക്കെ മൂത്ത മണം വരുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം കൂടെ തന്നെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു ലേശം ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇത്തിരി വെള്ളവും കൂടെ ഒഴിക്കണം അതിനകത്ത്. ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എത്ര കഷ്ണം ഉള്ളതെന്ന് വെച്ചാൽ അത് വേവാൻ വേണ്ടിയിട്ടുള്ളതും പിന്നെ ചാറിനായിട്ടുള്ളത് എത്ര വെള്ളം വേണ്ടി വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാമല്ലോ. അപ്പം അത്രയും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോവുകയും ചെയ്യരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ കറി വെള്ളം പോലെ ആയിപ്പോവും, ഒരു കുറുകി ഉണ്ടാവില്ല. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. എൻ്റെ കുക്കറിനകത്ത് ഞാൻ 2 വിസിൽ കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഉരുളക്കിഴങ്ങ് നല്ല പൊടിയുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുമേ. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് സാധാരണ ഞാൻ ചെയ്യുന്ന കണക്ക് കുക്കറിൻ്റെ അടപ്പിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കും. കാരണം ഇത് വിസിൽ വരുമ്പോഴത്തേന് ഈ പതഞ്ഞ് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൊങ്ങിയിട്ട് ഈ പുറത്തെല്ലാം തെറിക്കൂലേ, അത് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തടവി കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ അത് 2 വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഓരോരുത്തരുടെയും കുക്കർ ഓരോ രീതിയായിരിക്കും. ചിലർക്ക് 1 വിസിൽ മതിയാവും, ചിലർക്ക് 2 വിസിൽ മതിയാവും. അപ്പോൾ അത് അതിന് ശേഷം ഇപ്പോൾ വിസിൽ വന്നു. ഇപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ടോപ്പിലൊന്നും ഈ ഉള്ളിൽ നിന്നുള്ള ഒന്നും തെറിച്ച് വന്നിട്ടില്ല, നല്ല ക്ലീനായിട്ടിരിപ്പുണ്ട്. ഇപ്പോൾ ഞാൻ കഷ്ണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ച് കഷ്ണം മാത്രം, തോനെ എല്ലാ കഷ്ണമൊന്നും ഉടയ്ക്കുന്നില്ല, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് മാത്രം, അത്രയും മതിയാവും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണേ ഇത്. പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വരുമ്പോഴോ, ഇപ്പം നമ്മൾ വിചാരിക്കാതിരിക്കുമ്പോൾ ആരെങ്കിലും കയറി വന്നാലോ, പെട്ടെന്ന് കറിയില്ലെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണേ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതോ പിന്നെ അല്ലെങ്കിൽ ഉണക്കമീൻ പൊരിച്ചതോ ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ ആയാലും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.